ഹലോ മക്കൾസേ, അസ്സലാമു അലൈക്കും. അപ്പോൾ നമുക്ക് ഇനി പറയാനുള്ളത് ഇരുമ്പിൻ്റെ നിർമ്മാണമാണ്. നമ്മൾ ലോഹങ്ങൾ ഒരുപാട് പ്രോസസ്സിലൂടെ കഴിഞ്ഞു പോയില്ലേ. ഇനി ഓരോരോ ലോഹങ്ങളും എങ്ങനെയൊക്കെയാണ് നിർമ്മിക്കാന്ന്, ഇരുമ്പ്, അലുമിനിയം, സിങ്കൊക്കെ എങ്ങനെയാണ് നിർമ്മിക്കാന്ന് നമുക്ക് നോക്കാം കേട്ടോ, സ്റ്റീലൊക്കെ. അപ്പോൾ ഇരുമ്പാണ് നമ്മളിപ്പോൾ പറയുന്നത്. ഇരുമ്പ് എങ്ങനെയാണെന്ന് നമ്മളിപ്പോൾ ഇരുമ്പിനെ എന്തൊക്കെ ചെയ്തു, സാന്ദ്രീകരിച്ചെടുത്തൊക്കെ ചെയ്തു അല്ലേ, ഓരോരോ ലോഹത്തിന്. അങ്ങനെ ഫസ്റ്റ് ഞാൻ പറയുന്നത് നന്നായിട്ട് ശ്രദ്ധിക്കുക. ഒരു ഫർണസ്, ബ്ലാസ്റ്റ് ഫർണസ് എന്ന് പറയുന്ന ഒരു ഇരുമ്പ് നിർമ്മിക്കുന്ന ഒരു സംഭവമാണ് ഇത്. ഒരു 25 മുതൽ 30 മീറ്റർ വരെ ഉയരമുള്ള ഒരു സ്റ്റീൽ ടവറാണ്. ഇതിൽ ഇതിൻ്റെ ഉൾവശം എന്ന് പറയുന്നത് നല്ല സ്ട്രോങ് ആയിട്ടുള്ള താപനില നല്ല താങ്ങാൻ പറ്റുന്ന ഇഷ്ടിക കൊണ്ടാണ് നിർമ്മിച്ചിട്ടുള്ളത്. കാരണം നല്ല സ്ട്രോങ് ചൂടാണ് ഇവിടെ കൊടുക്കുക. അപ്പോൾ ഇതിലേക്ക് നമ്മൾ എന്തൊക്കെ ഇടും എന്നറിയോ? സാന്ദ്രണം ചെയ്തിട്ടുണ്ട് ഇപ്പോൾ നമ്മൾ ഇരുമ്പിൻ്റെ അയിരിനെ. ആ സാന്ദ്രണം ചെയ്ത അയിര് ഇവിടെ നോക്കാം. ഇതിൻ്റെ ഉള്ളിലേക്ക് നമ്മൾ എന്തൊക്കെ ഇടും? സാന്ദ്രണം ചെയ്തിട്ടുള്ള അയിരുണ്ട്, പിന്നെ കോക്ക്, ചുണ്ണാമ്പ് കല്ല്, ഇതിൻ്റെ ഒക്കെ മിശ്രിതം നമ്മൾ ഇതിലേക്ക് ഇടാണ് ചെയ്യുക. ഇതിന് കപ്പും കോണും എന്നാണ് പറയുക ഈ ഒരു ഭാഗത്തിന്. ഇതിങ്ങനെ അടച്ചിരിക്കുക, നമുക്ക് ഇത് തുറന്നെടുത്ത് താഴേക്ക് ചാടും. അങ്ങനെയുള്ള ഒരു രൂപത്തിനെയാണ് നമ്മൾ കപ്പും കോണും എന്ന് പറയുന്നത്. ഇവിടെ നിക്ഷേപിക്കും. അപ്പോൾ ഈ എല്ലാം കൂടെ മിക്സ് ചെയ്ത ഇതിനെയാണ് നമ്മൾ ചാർജ് എന്ന് പറയുന്നത്. ഇതിൻ്റെ പേരാണ് ചാർജ്, എല്ലാം കൂടെ മിക്സ് ചെയ്തിട്ടുള്ള. അപ്പോൾ ഇതിൽ ഈ മിശ്രിതം നമ്മൾ താഴെ എന്താ കൊടുക്കുന്നത്? നല്ല സ്ട്രോങ്ങിൽ ഇതിലൂടെ വായു പ്രവാഹം, ചൂടുള്ള വായു കൊടുക്കണം. നല്ല സ്ട്രോങ് ആണ്. ഇങ്ങോട്ട് നോക്കുക, 2170 കെൽവിനൊക്കെയാണ് ഇവിടുന്ന് കൊടുക്കുന്നത്. മുകളിലേക്ക് എത്തുമ്പോൾ കുറച്ച് കുറഞ്ഞാലും താഴെ നല്ല സ്ട്രോങ് ചൂടാണ്. അപ്പം ഇതിലേക്ക് നമ്മൾ ഈ ചൂടുള്ള വായുപ്രവാഹം ഈ ഫർണസിൻ്റെ ഉള്ളിലേക്ക് കൊടുക്കുകയാണ്. അപ്പോൾ ഫർണസിന് മുകളിൽ ഈ ചാർജ് താഴേക്ക് വരും. ഈ ചാർജ് താഴേക്ക് വരുമ്പോൾ പല രാസമാറ്റങ്ങളും ഇതിനുള്ളിൽ സംഭവിക്കും. അപ്പോൾ എന്തൊക്കെ സംഭവിക്കും? നമുക്ക് ഇവിടെ കോക്കുണ്ട്, കോക്കിന് C ആണ്. അതുപോലെ ചുണ്ണാമ്പ് കല്ലിന് കാൽസ്യം കാർബണേറ്റ് ആണ്, CaCO3. ഇവരൊക്കെ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് പിന്നെ ആരാ ഉള്ളത്? നമ്മുടെ സാന്ദ്രീകരിച്ച അയിരുണ്ട് കേട്ടോ, ഇല്ലേ? ഇരുമ്പിൻ്റെ സാന്ദ്രീകരിച്ച അയിരുണ്ട്. അപ്പോൾ ഇവിടെ കോക്കാണ് ഫസ്റ്റ് പ്രവർത്തിക്കുക. ഇവിടുന്ന് കൊടുക്കുന്ന വായുവിൽ ഓക്സിജൻ ഉണ്ടാവില്ലേ, അതുമായിട്ട് കോക്ക് പ്രവർത്തിക്കും. കോക്ക് പ്രവർത്തിക്കുമ്പോൾ എന്ത് ചെയ്യുന്നറിയോ? നമ്മുടെ കോക്കും ഓക്സിജനും പ്രവർത്തിക്കുമേ. കോക്ക് പ്ലസ് ഓക്സിജൻ പ്രവർത്തിക്കുമ്പോൾ നമുക്ക് എന്തൊക്കെ കിട്ടും? കാർബൺ ഡൈ ഓക്സൈഡ് കിട്ടും, പിന്നെ പ്ലസ് താപവും കിട്ടും. അപ്പോൾ ഇതൊരു താപമോചക പ്രവർത്തനമാണ്. താപമാണല്ലോ ഇത് മോചിപ്പിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ഫസ്റ്റ് നടക്കുന്ന പ്രവർത്തനമാണ് കാർബൺ ഡൈ ഓക്സൈഡിനെയും താപത്തെയും പുറത്തു വിടുകയാണ് കോക്ക് ഓക്സിജനുമായിട്ട് പ്രവർത്തിച്ചിട്ട്. പിന്നെ എന്താ സംഭവിക്കാന്നറിയോ? അപ്പോൾ ഈ കോക്ക് കാർബൺ ഡൈ ഓക്സൈഡ് ആയിട്ട് വീണ്ടും പ്രവർത്തിക്കും. കാർബൺ ഡൈ ഓക്സൈഡും കോക്കും കൂടെ വീണ്ടും പ്രവർത്തിക്കുകയാണ്. കോക്ക് പ്ലസ് കാർബൺ ഡൈ ഓക്സൈഡ്, ഇതിൻ്റെ കൂടെ ചൂടും കൂടെ കൂടും. ഇവിടെ നിന്ന് കൊടുക്കുന്ന താപം ഉണ്ടാവുമല്ലോ, അതും കൂടെ കൂടുമ്പോൾ താപം, ഇതും കൂടെ കൂടുമ്പോൾ നമുക്ക് എന്തൊക്കെ കിട്ടും? കാർബൺ മോണോക്സൈഡാണ് കിട്ടുക. കാർബൺ മോണോക്സൈഡ് ഇതാണ് നമുക്ക് കിട്ടുന്നത്, രണ്ടാമത്തെ രാസപ്രവർത്തനം. ഓക്കെ, ഇനി ഈ കാർബൺ മോണോക്സൈഡ് ഉപയോഗിച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യണം?
കാർബൺ മോണോക്സൈഡ് ഉപയോഗിച്ചിട്ടാണ് അടുത്ത രാസപ്രവർത്തനം വരിക. കാർബൺ മോണോക്സൈഡും ഇരുമ്പയിര് നമ്മൾ കൊടുത്തിട്ടുള്ളത് Fe2O3 ആണ്. ഇതിലേക്ക് കൊടുത്തിട്ടുള്ള ഇരുമ്പയിര് എന്ന് വിചാരിച്ചോ. അപ്പം ഹേമറ്റൈറ്റിനാണ് നമ്മൾ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഈ Fe2O3യും കാർബൺ മോണോക്സൈഡും കൂടാണ് പിന്നെ പ്രവർത്തിക്കുക. Fe2O3യും പ്ലസ് കാർബൺ മോണോക്സൈഡ്, അത് 3 ഉണ്ട് കേട്ടോ, കാർബൺ മോണോക്സൈഡും കൂടെ പ്രവർത്തിക്കും. അപ്പം നമുക്ക് ഇവിടെ ഒരു നിരോക്സീകരണമാണ് ഈ ഇരുമ്പയിരിന് ചെയ്യുന്നത്. കാർബൺ മോണോക്സൈഡ് ഉപയോഗിച്ചിട്ട് നിരോക്സീകരിക്കാണ് നമ്മൾ ഈ ഫർണസിനുള്ളിൽ പിന്നെ ഇരുമ്പയിരിനെ. അപ്പോൾ നമുക്ക് എന്താ കിട്ടുക? നിരോക്സീകരണം നടത്തുമ്പോൾ കിട്ടുന്നത് Fe കിട്ടും പ്ലസ് കാർബൺ ഡൈ ഓക്സൈഡ് പിന്നെയും കിട്ടും, കാർബൺ ഡൈ ഓക്സൈഡ് വീണ്ടും വരും. അപ്പോൾ Fe ഇവിടെ ഒരു ഉരുകിയ നിലയിലുള്ള ഇരുമ്പിനെ നമുക്ക് കിട്ടി. അയണാണല്ലോ Fe. ഓക്കെ, അപ്പോൾ നമുക്ക് മൂന്നാമത്തെ രാസപ്രവർത്തനമാണ് ഇരുമ്പയിരും കാർബൺ മോണോക്സൈഡും കൂടെ പ്രവർത്തിച്ചിട്ട് നിരോക്സീകരിക്കാണ്. Fe2O3നെ കാർബൺ മോണോക്സൈഡ് നിരോക്സീകരിക്കും. അപ്പോൾ നമുക്ക് Feയും കിട്ടും, കാർബൺ ഡൈ ഓക്സൈഡും കിട്ടും. മനസ്സിലായോ? ഇനി എന്താ സംഭവിക്കുന്നത് നോക്കാം. ഇനി നമുക്ക് ഇപ്പോൾ ഫസ്റ്റ് നടക്കുന്ന പ്രവർത്തനങ്ങൾ നമ്മൾ പറഞ്ഞു. ഇപ്പോൾ നമുക്ക് ഉരുകിയ അവസ്ഥയിലുള്ള ഇരുമ്പ് കിട്ടുമെന്നൊക്കെ പറഞ്ഞു. അപ്പോൾ നമുക്ക് ഈ കോളൊന്ന് നോക്കിയേ. ഇരുമ്പിൻ്റെ അയിരുകൾ ഏതൊക്കെയാണ്, അതിൻ്റെ രാസസൂത്രവും ചോദിച്ചിട്ടുണ്ട്. ഇരുമ്പിന് നമ്മൾ 2 അയിരുകൾ പഠിച്ചിട്ടുണ്ട്, ഹേമറ്റേറ്റും മാഗ്നറ്റേറ്റും. ഹേമറ്റേറ്റ് എന്ന് പറഞ്ഞാൽ Fe2O3യും മാഗ്നറ്റേറ്റ് എന്ന് പറഞ്ഞാൽ Fe3O4ഉം. ഓക്കെ അല്ലേ? ഇനി സാന്ദ്രണത്തിനായിട്ട് ഏതൊക്കെ മാർഗങ്ങൾ പ്രയോഗിക്കും? ജലപ്രവാഹത്തിൽ കഴുകിയെടുക്കുക, റോസ്റ്റിങ്, പിന്നെ വേറൊന്നും കൂടി ഉണ്ടല്ലോ, കാന്തികവൽക്കരണം ഉപയോഗിക്കും അല്ലേ? ഓക്കെ, അത് നമ്മൾ കാന്തികവൽക്കരണത്തിൻ്റെ പ്രോസസ്സ് പറഞ്ഞപ്പോൾ നമ്മൾ എക്സാമ്പിളായിട്ട് ഇരുമ്പിനെ പറഞ്ഞിരുന്നത് ഓർക്കുന്നില്ലേ? പിന്നെ അയിരിനെ നിരോക്സീകരിക്കാൻ നമ്മൾ ഉപയോഗിക്കുന്ന പദാർത്ഥങ്ങൾ ഏതൊക്കെയാണ് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. നമ്മളിവിടെ ആരൊക്കെ ചേർത്തു? കോക്ക്, കാർബൺ മോണോക്സൈഡ് ഇല്ലേ, അയിരിൻ്റെ കൂടെ ചേർത്തില്ലേ? അപ്പോൾ നമുക്ക് ഈ കോളം ഓക്കെ ആയി. ഇനി നമ്മൾ പറഞ്ഞിട്ടുള്ളത് ഇപ്പം പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ് കേട്ടോ. ബ്ലാസ്റ്റ് ഫർണസിൽ എന്തൊക്കെയാണെന്ന് നോക്കാം. ഇപ്പോൾ പറഞ്ഞതേ കാര്യങ്ങൾ തന്നെ. ബ്ലാസ്റ്റ് ഫർണസ് എന്നറിയപ്പെടുന്ന 25 മുതൽ 30 മീറ്റർ വരെ ഉയരമുള്ള സ്റ്റീലിൻ്റെ ടവറാണ് ഇരുമ്പ് നിർമ്മിക്കാൻ ഉപയോഗിക്കുക. ഇതിൻ്റെ ഉൾവശം എന്ന് പറയുന്ന താപനില താങ്ങാൻ ശേഷിയുള്ള ഇഷ്ടിക കൊണ്ടാണ് ആവരണം ചെയ്തിട്ടുള്ളത്. പിന്നെ സാന്ദ്രണം ചെയ്ത അയിര്, കോക്ക്, ചുണ്ണാമ്പ് കല്ല് ഇതൊക്കെ കൂടെ കപ്പും കോണും സംവിധാനം വഴി ഫർണസിന് മുകളിൽ കൂടെ നിക്ഷേപിക്കും. ഈ മിശ്രിതത്തെ നമ്മൾ പറയുന്ന പേരാണ് ചാർജ്. ഇനിയോ ഫർണസിൻ്റെ അടിഭാഗത്ത് നിന്ന് വായുപ്രവാഹം, ചൂടുള്ള വായുപ്രവാഹം ഉള്ളിലേക്ക് കടത്തിവിടും. അപ്പോൾ ഫർണസിന് മുകളിൽ നിന്ന് ചാർജ് താഴോട്ട് വരുമ്പോൾ രാസമാറ്റങ്ങൾ സംഭവിക്കും. അപ്പോൾ എന്താ ചെയ്യുന്നത്? ബ്ലാസ്റ്റ് ഫർണസിൻ്റെ അടിയിൽ നിന്ന് മുകളിലേക്ക് ഉള്ള വായുവിൽ കോക്ക് വായുവിലെ ഓക്സിജനുമായിട്ട് സംയോജിക്കുന്നു. കോക്ക് ഓക്സിജനുമായിട്ട് പ്രവർത്തിക്കുമ്പോൾ കാർബൺ ഡൈ ഓക്സൈഡും താപവും കിട്ടും. എന്താണ്? താപമോചക പ്രവർത്തനമാണ്. ഇത്രയും ക്ലിയർ അല്ലേ? ഇനി എന്താണ് സെക്കൻഡ് നടക്കുന്നത്? നമുക്ക് കോക്ക് വീണ്ടും ഇത് ഫസ്റ്റ് പറഞ്ഞിട്ടുള്ള രാസപ്രവർത്തനമാണ്. സെക്കൻഡ് എന്താ നടക്കുന്നത്? ഇവിടെ കിട്ടിയിട്ടുള്ള കാർബൺ ഡൈ ഓക്സൈഡും കോക്കും കൂടെ വീണ്ടും പ്രവർത്തിക്കും. അത് താപവുമായിട്ടാണ് പ്രവർത്തിക്കുക. അതുകൊണ്ട് താപ ആഗിരണ പ്രവർത്തനമാണ് ഇത് കേട്ടോ. എന്നിട്ട് കിട്ടുന്നത് എന്താ? കാർബൺ മോണോക്സൈഡ് ആണ് അല്ലേ? ഇനി നമുക്ക് ഇവിടെ നമ്മൾ ഇരുമ്പയിരിന് ചേർത്തിട്ടുണ്ടായിരുന്നല്ലോ, Fe2O3 ആയിരുന്നു ഇരുമ്പയിര്. ആ ഇരുമ്പയിരും
ഇരുമ്പയിരിനെ നിരോക്സീകരിക്കാണ്. ഇരുമ്പയിരിന് ആരാണ്? കാർബൺ മോണോക്സൈഡാണ് നിരോക്സീകരിക്കാൻ പ്രവർത്തിക്കുന്നത്. അപ്പോൾ നമുക്ക് കിട്ടും ആ ഒരു രാസപ്രവർത്തനത്തിൽ ഉരുകിയ അവസ്ഥയിലുള്ള ഇരുമ്പും കിട്ടും, പിന്നെ കാർബൺ ഡൈ ഓക്സൈഡും കിട്ടും. ഇത്രയും ക്ലിയർ അല്ലേ? ഇനി നമ്മൾ ഒരു ചോദ്യം, എന്തിനാണ് നമ്മളിവിടെ കാൽസ്യം കാർബണേറ്റ് ഉപയോഗിച്ചിരുന്നല്ലോ, ചുണ്ണാമ്പ് കല്ല്, അതെന്തിനായിരുന്നു? അതിവിടെ ഒന്നും പ്രവർത്തിച്ചതൊന്നും നമ്മൾ ഇതുവരെ പറഞ്ഞില്ല അല്ലേ? അപ്പോൾ അതെന്തിനായിരുന്നു ഒന്ന് നോക്കാം. അയിരിൽ ഇനിയും വേസ്റ്റുകൾ ഉണ്ടാവും. ഇപ്പോൾ ഈ ഇരുമ്പിൻ്റെ അയിരിൽ ഇനിയും വേസ്റ്റുകൾ ഉണ്ടാവും. നമ്മൾ സാന്ദ്രീകരണം നടത്തുമ്പോൾ ഫുള്ളായിട്ട് ക്ലിയർ ആവില്ല. അപ്പം നമ്മൾ അതിൽ അടങ്ങിയിട്ട് മണൽ ഇങ്ങനത്തെ ഒക്കെ അടങ്ങിയിട്ടുണ്ടാവും എന്ന് പറഞ്ഞല്ലോ. അതിൽ അടങ്ങിയിട്ടുള്ള ഈ ഒരു നമ്മൾ ഇങ്ങനെ വേസ്റ്റിന് എന്താ പേര് പറഞ്ഞിരുന്നേ? ഗാങ് അല്ലേ? അപ്പോൾ സിലിക്ക എന്നാണ് ഈ മണലിന് നമ്മൾ പറയുന്നത്. പിന്നെ അയിരിൽ അടങ്ങിയിട്ടുള്ള അപദ്രവ്യത്തിന്. അപ്പോൾ SiO2 ആണ് സിലിക്ക എന്ന് പറയുന്നത്. അപ്പോൾ ഈ സിലിക്ക പിന്നെ നീക്കം ചെയ്യണം. സിലിക്ക നീക്കം ചെയ്താലാണ് നമുക്ക് പിന്നെ ശുദ്ധമായിട്ടുള്ള പിന്നെ ഇരുമ്പ് കിട്ടുക. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? സിലിക്ക നീക്കം ചെയ്യണമെങ്കിൽ നമ്മൾക്ക് ഈ സിലിക്കയ്ക്ക് എപ്പോഴും ബേസിക് ഇതിനെപ്പോഴും അസിഡിക് സ്വഭാവമാണ് ഉണ്ടാവുക. അപ്പോൾ ബേസിക് സ്വഭാവമുള്ള ആരെങ്കിലും നമ്മൾ ചേർത്തിട്ടാണ് ഇതിനെ രാസപ്രവർത്തനം നടത്തേണ്ടത്. ഇനി സിലിക്കയ്ക്ക് അസിഡിക് സ്വഭാവമല്ല ബേസിക് സ്വഭാവമാണെന്നുണ്ടെങ്കിൽ നമ്മൾ നേരെ ഓപ്പോസിറ്റ് അസിഡിക് സ്വഭാവമുള്ള ഒരാളെ കൊടുത്തിട്ട് രാസപ്രവർത്തനം നടത്തും. ഇങ്ങനെ കൊടുക്കുന്ന ആൾക്കാണ് നമ്മൾ ഫ്ലെക്സ് എന്ന് പറയുക. ഇവിടെ സിലിക്കയ്ക്ക് അസിഡിക് സ്വഭാവമായതുകൊണ്ട് നമ്മൾ ബേസിക് സ്വഭാവമുള്ള ഫ്ലെക്സിനെ കൊടുത്തു. ഇനി സിലിക്കയ്ക്ക് ബേസിക് സ്വഭാവമായിരുന്നെന്നുണ്ടെങ്കിൽ അസിഡിക് സ്വഭാവമുള്ള കൊടുക്കും. അപ്പോൾ എന്തായാലും ഇങ്ങനെ കൊടുക്കുന്ന ആൾക്കാർക്കാണ് നമ്മൾ ഫ്ലെക്സ് എന്ന് പറയുക. അപ്പം ഈ സിലിക്കനെയാണ് നമ്മൾ ഗാങ് എന്ന് പറഞ്ഞത്. ഗാങ് എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയാലോ? പിന്നെ അയിരിലുണ്ടാവുന്ന മണൽ പോലത്തെ വേസ്റ്റുകൾ, അതാണല്ലോ ഇപ്പം നമ്മൾ സിലിക്ക എന്ന് പറഞ്ഞാൽ, അതാണ് ഗാങ്. ഇനി നമ്മൾ കൊടുക്കുന്ന ഫ്ലെക്സ്, അത് രണ്ടും കൂടി ചേരുമ്പോൾ നമുക്ക് സ്ലാഗ് എന്ന് പറയുന്ന ഒരു വസ്തു കിട്ടും. സ്ലാഗ്. ഓക്കെ, ഇത്രയും ക്ലിയർ ആയോ? അപ്പോൾ നമുക്ക് ഈ ചുണ്ണാമ്പ് കല്ല് എന്തിനാ ചേർത്തുകണമെന്നാണ് ഇപ്പോൾ ഞാൻ ചോദിച്ച ചോദ്യം അല്ലേ? അപ്പോൾ ചുണ്ണാമ്പ് കല്ല് എന്തിനാ നോക്കാം. എന്തിനാണ്? നമ്മൾ ഉയർന്ന താപനിലയിൽ ചുണ്ണാമ്പ് കല്ല് ചൂടാക്കുമ്പോൾ ചുണ്ണാമ്പ് കല്ലിൻ്റെ രാസനാമം എന്തായിരുന്നു? CaCO3 അല്ലേ? ഇത് പിന്നെ വിഘടിക്കും. CaCO3 വിഘടിച്ചിട്ട് CaO കാർബൺ ഓക്സൈഡും കാൽസ്യം ഓക്സൈഡും പിന്നെ കാർബൺ ഡൈ ഓക്സൈഡുമാണ് കിട്ടുക. കാൽസ്യം ഓക്സൈഡും കാർബൺ ഡൈ ഓക്സൈഡും. ഇവിടെ കാൽസ്യം കാർബണേറ്റ് വികസിച്ചിട്ട്, കാൽസ്യം കാർബണേറ്റാണ് ഈ ചുണ്ണാമ്പ് കല്ല് കേട്ടോ. ഇത് വിഘടിച്ചിട്ട് നമുക്ക് കാൽസ്യം ഓക്സൈഡ് പ്ലസ് കാർബൺ ഡൈ ഓക്സൈഡാണ് കിട്ടുക. അപ്പോൾ ഈ ഒരു കാൽസ്യം ഓക്സൈഡ് ഉണ്ടല്ലോ, ഇതാണ് നമ്മൾ ഫ്ലെക്സ് ആയിട്ട് ഉപയോഗിക്കുന്നത്. മനസ്സിലായോ? അപ്പോൾ എന്തിനാ നമ്മൾ ചുണ്ണാമ്പ് കല്ലിനെ കൊടുത്തതെന്ന് മനസ്സിലായോ നിങ്ങൾക്ക്? നമുക്ക് ഫ്ലെക്സിൻ്റെ ആവശ്യമുണ്ട്. അപ്പോൾ ഫ്ലെക്സ് ആയിട്ട് പ്രവർത്തിക്കാനാണ് ചുണ്ണാമ്പ് കല്ലിനെ കൊടുത്തിട്ടുള്ളത്. മനസ്സിലായോ? അപ്പോൾ ചുണ്ണാമ്പ് കല്ലിന് എന്തൊക്കെ രാസമാറ്റം ഉണ്ടാവും എന്നാണ് ഇനി നമ്മൾ നോക്കണേ. ചുണ്ണാമ്പ് കല്ലിനുണ്ടാവുന്ന രാസമാറ്റാണ് കാൽസ്യം കാർബണേറ്റാണ് ചുണ്ണാമ്പ് കല്ല്. ഇത് കാൽസ്യം ഓക്സൈഡും കാർബൺ ഡൈ ഓക്സൈഡുമായിട്ട് മാറും രാസപ്രവർത്തനത്തിൽ. ഇനി നമ്മൾ ഫ്ലെക്സും ഗാങ്ങും ഉപയോഗിച്ച് സ്ലാഗ് ഉണ്ടാക്കും എന്ന് പറഞ്ഞല്ലോ. അത് എന്താ ചെയ്യുന്നേ? ഈ കാൽസ്യം ഓക്സൈഡില്ലേ, കാൽസ്യം ഓക്സൈഡും പിന്നെ സിലിക്ക ഉണ്ടായിരുന്നല്ലോ, സിലിക്ക മണൽ, അതാണ് ഗാങ്. ഈ കാൽസ്യം ഓക്സൈഡ് ഫ്ലെക്സും, കാൽസ്യം ഓക്സൈഡ് ഫ്ലെക്സ്, ഗാങ് എന്ന് പറഞ്ഞത് സിലിക്ക. ഇത് രണ്ടും കൂടി പ്രവർത്തിച്ചിട്ട് നമുക്ക് കാൽസ്യം സിലിക്കേറ്റ് കിട്ടും.
അതാണ് സ്ലാഗ്. രണ്ടും കൂടി പ്രവർത്തിക്കുമ്പോഴാണ് നമുക്ക് സ്ലാഗ് കിട്ടുന്നത്. അപ്പോൾ ഈ സ്ലാഗ് നമുക്ക് എന്തിനാണ് ആവശ്യം വരുന്നത്? ഈ സ്ലാഗിന് എപ്പോഴും സാന്ദ്രത കുറവാണ്. അപ്പോൾ ഉരുകിയ അയിരുണ്ടല്ലോ, ഉരുകിയ ഇരുമ്പിൻ്റെ അയിര്, അത് പിന്നെ അതിൻ്റെ മുകളിലായിട്ട് ഈ സ്ലാഗ് ഇങ്ങനെ പൊങ്ങിക്കിടക്കും. അപ്പം നമ്മുടെ പിന്നെ ബ്ലാസ്റ്റ് ഫർണസിൽ നമ്മുടെ അയിര് ഇരുമ്പ് ഇതാ ഇവിടെ വന്ന് കിടക്കുന്നുണ്ട്. അതിനേക്കാളും സാന്ദ്രത കുറവാണ് എന്തിന്? ഈ സ്ലാഗിന്. അപ്പോൾ ഇതിൻ്റെ തൊട്ട് മുകളിലായിട്ടാണ് അത് വന്ന് കിടക്കുക. അതും ഉരുകിയ രൂപത്തിലാണ് ഉണ്ടാവുക സ്ലാഗ്. ഇത് നമുക്ക് ഉരുകിയ FE നമുക്ക് അവിടെ കിട്ടിയില്ലേ, അത് താഴത്ത് വന്ന് കിടക്കും. ഇനി അതിന് മുകളിലായിട്ട് സാന്ദ്രത കുറഞ്ഞിട്ടുള്ള സ്ലാഗും വന്ന് കിടക്കും. ഈ സ്ലാഗ് നമുക്ക് ഈ ഇരുമ്പിൻ്റെ ഉരുകിയ ഇരുമ്പ് നമുക്ക് ഇതിലൂടെ എടുക്കാം, സ്ലാഗ് ഈ സൈഡിൽ കൂടെയും എടുക്കാം. രണ്ട് ടാപ്പുകൾ ഉണ്ടാവും. സാന്ദ്രത കുറഞ്ഞ ആൾ മുകളിലും കിടക്കും, സാന്ദ്രത കൂടിയ ആൾ താഴെയും കിടക്കും. ഇത് സിമെൻറ്റ്, റോഡ് ഇവൻ്റെ ഒക്കെ നിർമ്മാണത്തിന് വേണ്ടിയിട്ടാണ് സ്ലാഗ് ഉപയോഗിക്കുന്നത്. മനസ്സിലായ? സ്ലാഗിൻ്റെ ആവശ്യം എന്താണെന്നുള്ളത് മനസ്സിലായില്ലേ? ഇനി നമുക്ക് കിട്ടിയിട്ടുള്ള ഇരുമ്പിൽ 4% കാർബണാണ് ഉണ്ടാവുക. ചെറിയ തോതിൽ പിന്നെ സിലിക്കൺ, ഫോസ്ഫറസ്, സൾഫർ ഇങ്ങനത്തതൊക്കെ ഉണ്ടാവും. ഈ 4% പിന്നെ കാർബണുള്ള ഇരുമ്പിനെ നമ്മൾ വിളിക്കുന്നതാണ് പിഗ് അയൺ. അപ്പോൾ നമുക്ക് ഇവിടെ കിട്ടുന്ന സാധനം പിഗ് അയൺ ആണ്. ഇനി അതിനെ പിന്നെയും രാസപ്രവർത്തനം നടത്തുമ്പോൾ നമുക്ക് 2% കൂടുതൽ കാർബണായിട്ട് കിട്ടും. അതിനെ നമ്മൾ വിളിക്കുന്നതാണ് എന്താണെന്നറിയോ? കാസ്റ്റ് അയൺ. ഓക്കെ. വീണ്ടും അതിനെ പിന്നെ കാർബൺ കുറയും. 0.02% മുതൽ 0.05% വരെ കാർബണാണ്. നേരിയ തോതിലാണ് മറ്റുള്ള വസ്തുക്കൾ ഉള്ളതെന്നുണ്ടെങ്കിൽ അതിനെ വിളിക്കും നമ്മൾ റോട്ട് അയൺ അഥവാ പച്ചിരുമ്പ് എന്നൊക്കെ പറയും. അപ്പോൾ മൂന്നും ഓരോ % കാർബൺ ഉള്ളതാണ്. അത് മനസ്സിലാക്കി വെക്കുക. 4% ആണെന്നുണ്ടെങ്കിൽ അതിന് പിഗ് അയൺ, അതാണ് നമുക്ക് ബ്ലാസ്റ്റ് ഫർണസിൽ ഫസ്റ്റ് കിട്ടുന്ന പ്രൊഡക്റ്റ്. പിന്നെ ഇതിനെ പിഗ് അയണ് വീണ്ടും നമ്മൾ എന്ത് ചെയ്യും? വീണ്ടും രാസപ്രവർത്തനം നടത്തുമ്പോൾ നമുക്ക് കാസ്റ്റ് അയൺ കിട്ടും. പിന്നെ കിട്ടുന്നതാണ് റോട്ട് അയൺ, അതാണ് പച്ചിരുമ്പ് എന്ന് പറയുന്നത്. ക്ലിയർ ആയോ? അപ്പോൾ നോക്കൂ മക്കളെ, ഇപ്പം നമ്മൾ ഇരുമ്പിൻ്റെ പ്രധാന അയിരുകൾ എന്തൊക്കെയെന്ന് പഠിച്ചു, അതിൻ്റെ നിർമ്മാണം പഠിച്ചു. നമുക്ക് നോക്കാം. ഓക്കെ. ഹേമറ്റേറ്റ്, മാഗ്നറ്റേറ്റ്, അയൺ പൈറൈറ്റ്സ് ഇതൊക്കെ ഇരുമ്പിൻ്റെ അയിരുകളാണ്. നമുക്കിത് രണ്ടുമാണ് അല്ലേ പ്രധാനമായിട്ട് പഠിക്കാനുള്ളത്. അത് രണ്ടും നോക്കിയാൽ മതി കേട്ടോ. ഇനി നമ്മൾ ഏതൊക്കെ മാർഗത്തിലാണ് ഇരുമ്പിനെ സാന്ദ്രീകരിക്കുക? ജലപ്രവാഹത്തിൽ കഴുകിയെടുക്കുക, റോസ്റ്റിങ്, ഇതൊക്കെ ഇരുമ്പിനെ സാന്ദ്രീകരിക്കാനുള്ള മെത്തേഡുകളാണ്. ഇനി ചാർജായിട്ട് ചേർക്കുന്ന പദാർത്ഥങ്ങളോ? ഇരുമ്പയിര്, ചുണ്ണാമ്പ് കല്ല്, കോക്ക്. ഇത് മൂന്നും ചാർജായിട്ട് നമ്മൾ ചേർക്കും. ഇനി നിരോക്സീകരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ കാർബൺ മോണോക്സൈഡാണ് ചേർക്കുന്നത് അല്ലേ. ഫ്ലക്സായിട്ട് പ്രവർത്തിക്കുന്നത് ആരാണ്? ഫ്ലക്സായിട്ട് നമ്മൾ കാൽസ്യം കാർബണേറ്റിനെ CaCO3നെ നമ്മൾ വിഘടിച്ചിട്ട് കാൽസ്യം ഓക്സൈഡ് കിട്ടുന്നുണ്ട് അല്ലേ. അതിനെയാണ് നമ്മൾ ക്വിക്ലൈം എന്ന് പറയുന്നത് കേട്ടോ. അതിനെയാണ് നമ്മൾ ഫ്ലക്സായിട്ട് ഉപയോഗിക്കുന്നത് അല്ലേ. ഇനി സ്ലാഗായിട്ട് നമുക്ക് എന്താ കിട്ടിയത്? ഫ്ലക്സും ഗാങ്ങും കൂടി പ്രവർത്തിച്ചപ്പോൾ സ്ലാഗ് കിട്ടിയല്ലോ. സ്ലാഗായിട്ട് നമുക്ക് കിട്ടിയതാണ് കാൽസ്യം സിലിക്കേറ്റ്.
ഇനി നമുക്ക് ഇവിടെ കിട്ടിയ ഉരുകിയ അയിരിൻ്റെ പേരെന്താ? ഉരുകിയ ഇരുമ്പിൻ്റെ പേര് പിഗ് അയൺ എന്നാണ്. ഓക്കെ അല്ലേ? ഇപ്പോൾ ഇത്രയേ നമ്മൾ പഠിച്ചിട്ടുള്ളൂ. ഇനി കാർബൺ മോണോക്സൈഡ് ഉപയോഗിച്ച് ഇരുമ്പ് അയിരിനെ എങ്ങനെയൊക്കെ നിരോക്സീകരിക്കുന്നത് ഒരു പിക്ചറാണ് കേട്ടോ. ഇതൊന്ന് നോക്ക്, ഞാനാണ് നന്നായിട്ട് ശ്രദ്ധിക്കുക. ഇവിടെ കോക്ക് ഫർണസിൻ്റെ താഴ്ഭാഗത്ത് വെച്ചിട്ട് കത്തി കാർബൺ ഡൈ ഓക്സൈഡായിട്ട് മാറും അല്ലേ? കാർബണും ഓക്സിജനും കൂടി പ്രവർത്തിക്കുമ്പോൾ താഴെന്ന് മുകളിലേക്കാണ് കേട്ടോ. താഴെ നിന്ന് ചൂടുള്ള വായുപ്രവാഹം മുകളിലേക്ക് കൊടുക്കുമ്പോഴാണ് കോക്കും നമ്മുടെ ഓക്സിജനും കൂടി പ്രവർത്തിച്ചിട്ട് കാർബൺ ഡൈ ഓക്സൈഡ് നമുക്ക് കിട്ടലല്ലേ. ഇനി ആ കാർബൺ ഡൈ ഓക്സൈഡും മുകളിലേക്ക് വരുമ്പോൾ കോക്കും കൂടി വീണ്ടും പ്രവർത്തിച്ചിട്ട് കാർബൺ മോണോക്സൈഡ് കിട്ടുന്നുണ്ട് അല്ലേ. ഇനി നമുക്ക് പിന്നെന്താ സംഭവിക്കുന്നത്? ഇരുമ്പയിരും കാർബൺ മോണോക്സൈഡ് നിരോക്സീകരിച്ച് ഇരുമ്പയിരിനെ കാർബൺ മോണോക്സൈഡ് നിരോക്സീകരിച്ച് ഉരുകിയ ഇരുമ്പാക്കിയിട്ട് മാറ്റുന്നു. ഇതാണ് 3 രാസപ്രവർത്തനം. ഫർണസിൽ നടക്കുന്ന രാസപ്രവർത്തനത്തിൻ്റെ ഫലമായിട്ട് നമുക്ക് കിട്ടുന്നതാണ് ഉരുകിയ ഇരുമ്പ്. ഈ ഉരുകിയ ഇരുമ്പാണ് താഴെ വന്ന് കിടക്കുക അല്ലേ. അപ്പോൾ ഇത്രയും ആണ് രാസപ്രവർത്തനത്തിൽ നമ്മൾ പഠിച്ചത്. പിന്നെ കാൽസ്യം കാർബണേറ്റ് എന്തിനാ ചേർക്കുന്നത്? ഫ്ലക്സ് ആയിട്ട് ചേർക്കുന്നതിൻ്റെ ആണ് അല്ലേ. അപ്പോൾ നമുക്ക് ഇതൊന്ന് ചെയ്ത് നോക്കിക്കൂടെ മക്കളെ? എങ്ങനെയാ ചെയ്യുക? ബ്ലാസ്റ്റ് ഫർണസിൽ എന്തൊക്കെയാണ് നമ്മൾ അതിലേക്ക് ചാർജായിട്ട് ഇവിടെ ഇരുമ്പയിരും പിന്നെ ആരൊക്കെ ചേർക്കുക? ഇരുമ്പയിരിൻ്റെ കൂടെ ഫർണസിൽ എന്തൊക്കെ ഉണ്ടാവുന്നതാണ്? ചൂടുള്ള വായു ഉണ്ട്, ഇരുമ്പയിരുണ്ട്, പിന്നെ എന്തൊക്കെ? നമ്മൾ ചാർജായിട്ട് വേറെ 2 വസ്തുക്കളും കൂടി ചേർക്കണില്ലേ? ഏതൊക്കെ ചേർക്കും? കോക്കിന് C കൊടുക്കാം. പിന്നെയോ ചുണ്ണാമ്പ് കല്ലും കൊടുക്കുന്നുണ്ട് അല്ലേ. ചുണ്ണാമ്പ് കല്ലിന് CaCO3 അല്ലേ. ഇനി ബ്ലാസ്റ്റ് ഫർണസിൽ രാസപ്രവർത്തനം നടക്കുമ്പോൾ നമുക്ക് ഉരുകിയ ഇരുമ്പ് കിട്ടുന്നുണ്ട്, പിഗ് അയൺ. വേറെന്തോ ഒരു സാധനം കൂടി കിട്ടുന്നുണ്ടല്ലോ, സാന്ദ്രത കുറഞ്ഞിട്ടുള്ള. എന്തായിരുന്നു? സ്ലാഗ് അല്ലേ. സാന്ദ്രത കുറഞ്ഞ സ്ലാഗ് കിട്ടുന്നുണ്ട്. അതേതായിരുന്നു? കാൽസ്യം സിലിക്കേറ്റ് CaSiO3. ക്ലിയർ ആയോ മക്കളെ?